ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും പൃഥ്വിക്ക് ഇപ്പൊ സ്കൂളിൽ പോകണ്ട, പിന്നെ സമ്മർ ക്യാമ്പിലും ഒന്നും പോകുന്നില്ല. പിന്നെ മാത്രമല്ല, ഞങ്ങൾക്ക് ഈവനിങ്ങിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാന്ന്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പൃഥ്വിക്കുട്ടി എണീറ്റതിന് ശേഷം അച്ഛനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ജോലിയുടെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യുക. ഇതൊക്കെയാണ് ആളുടെ ഇപ്പോഴത്തെ മെയിൻ റൊട്ടീൻ എന്ന് പറയുന്നത്. എന്തായാലും ആളിപ്പം സ്കൂളിൽ പോകാത്തതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. പൃഥ്വി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ? എന്താ അമ്മയുടെ അടുത്ത് പഴങ്ങിയിരിക്കുന്ന? നല്ല കുട്ടിയല്ലേ, വേഗം കഴിക്കട്ടാ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പൃഥ്വിക്കൊന്ന് ഹെയർ കട്ട് ചെയ്യണം, പിന്നെ പൃഥ്വിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. എന്റെ ഡ്രസ്സൊക്കെ നേരത്തെ ഞാൻ പ്രിപ്പയർഡ് ആണ്. പൃഥ്വി ഇന്ന് എങ്ങനെ പോണം? കാറിൽ പോണോ, ഓട്ടോയിൽ പോണോ, സ്കൂട്ടറിൽ പോണോ? ഓട്ടോയിലോ? ശരി, നമുക്കെന്നാ ഓട്ടോയിൽ പോവാം. ഓക്കെ, പൃഥ്വിയുടെ പാർക്കാണിത്. നല്ല ഉച്ചയായതുകൊണ്ട് ആരുമില്ല. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നല്ലോ. അങ്ങനെ ഞാനും പൃഥ്വിയും കൂടെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സെൻട്രോ മോളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പം ഇറങ്ങിയത്. കാരണം ഞങ്ങളവിടെ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാനവിടെ ഷോപ്പിങ്ങിന് പോയിട്ടില്ല. അപ്പം 1-2 പേര് എന്നോട് പറഞ്ഞു കുറച്ചും കൂടി നല്ല സെലക്ഷൻസ് ഉണ്ട് കുട്ടികൾക്കെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ എന്തായാലും ഒന്ന് പോവാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണിത്. അങ്ങനെ ഗൈസ്, നമ്മളവിടെ എത്തിയപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. സെൻട്രോ മോൾ അടച്ചിരിക്കുന്നു, അവർ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല, ക്ലോസ്ഡാണ് ഫുള്ളായിട്ടും. ഞാനവിടെ ചോദിച്ചപ്പം ആർക്കും അറിയില്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ മോൾ ഓഫ് ട്രാവൻകൂറിൽ പോകാമെന്ന് പറഞ്ഞു. മോൾ ഓഫ് ട്രാവൻകൂർ എന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ അവന് കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടീഷൻസൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ നമ്മൾ ഷോപ്പിങ്ങിന് മാത്രം പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ മോൾ ഓഫ് ട്രാവൻകൂറിലെത്തി. ഞങ്ങളും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പം മോൾ ഓഫ് ട്രാവൻകൂറിൽ വരുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പം ഒരുപാട് ഷോപ്സാണ് ഇപ്പം ഉള്ളത്. റൈറ്റ് സൈഡിൽ നൈക്ക, പിന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഷുഗർ, മമ്മ എർത്തിൻ്റെയൊക്കെ ഒരുപാട് കോസ്മെറ്റിക്സ് ആയിട്ടിൻ്റെ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ വന്നത് ഒരു 11-12 മണിയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്കിങ്ങനെ കറങ്ങി പലതും കാണാനൊക്കെ പറ്റി. അപ്പോഴാണ് ഇവിടെ ഒരു ഡബിൾ ഡെക്കറിൻ്റെ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇരിക്കാനും പിന്നെ താഴത്തെ 6 ഫ്ലോറിൽ അഡൽട്സിനൊക്കെ ഇരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പൃഥ്വിയോട് ചോദിച്ചു ഇത് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവൻ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിറ്റി റൈഡ് പോലെ ആളിപ്പം നടക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം എന്നോടും കയറാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇതിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പൃഥ്വിയും വേറൊരു കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഒരു 2 റൗണ്ട് ഇതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. 2 റൗണ്ടിന് ഒരാൾക്ക് 100 രൂപയാണ്. എനിക്കെപ്പോഴും ഈ മോൾസിൽ ഇങ്ങനത്തെയൊക്കെ വണ്ടികളും അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ അമർ അക്ബർ ആൻ്റണി എന്ന മൂവിയിൽ പൃഥ്വിരാജിൻ്റെ ജോലിയില്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത്. എനിക്കെപ്പോഴും ഇങ്ങനെയൊക്കെ കാണുമ്പം ആ ഒരു സിനിമയായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നും. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അതൊക്കെ? എപ്പോഴും ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ പൃഥ്വിയോട് എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്, പൃഥ്വി ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്, നീ ജസ്റ്റ് വന്നിട്ട് വേറെ ഒന്നിനും കയറണം എന്നൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അവനായിട്ട് ഇങ്ങോട്ടൊന്നും അങ്ങനെ പറയാറില്ല. പക്ഷേ എനിക്കൊരു വിഷമം തോന്നും, പാവമല്ലേ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകുമ്പം എനിക്കൊരു ഉള്ളിൽ വിഷമം. അതാണ് ഞാൻ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ആദ്യം പറയും ഇതിൽ കയറണ്ടെന്ന്. പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മൾ അമ്മമാരല്ലേ, ലാസ്റ്റ് ഇങ്ങനെ തോന്നും പാവമല്ലേ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഓരോന്ന് തുടങ്ങുന്നതോറും ആൾക്ക് പിന്നെ ഒരുപാട് കണ്ടീഷൻസ് ആവും. പിന്നെ ടോയ്സ് വേണം. പിന്നെ ടോയ്സ് നമ്മളിപ്പോൾ എന്തെങ്കിലും മേടിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ മേടിച്ചാലും പിന്നെയും എക്സ്ട്രാസ് ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ വിചാരിക്കും ഒന്നും വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആളിപ്പോൾ എന്നോട് പിണങ്ങിയിട്ടാണ് വരുന്നത്. ഹാംലീസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോയ് ഷോപ്പിൽ കയറാത്തത് കൊണ്ട് ഞാനും അവനും കൂടി ഇങ്ങനെ വഴക്കായിട്ട് വരുവാണ്. ആളെന്നോട് പിണങ്ങിയൊക്കെയാണ് വരുന്നത്. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് ഷോപ്സിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി ഒരു ഇയറിംഗ് വേണമായിരുന്നു.
അങ്ങനെ പൃഥ്വിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ട്രെൻഡ്സിൽ കയറിയായിരുന്നു. ട്രെൻഡ്സിൽ കയറിയിട്ട് എനിക്ക് അത്ര സെലക്ഷൻ തോന്നിയില്ല. അതിനുശേഷം നമ്മൾ മാക്സിൽ വന്നു. മാക്സിൽ നോക്കിയപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കളക്ഷൻസ് വളരെ മോശമല്ലാത്ത രീതിയിലുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ പോകുമ്പം ടയേർഡാവുമല്ലോ, അപ്പം എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവനൊരു ജീൻസും പിന്നെ ഒരു ബ്ലൂ കളർ ഒരു ഷർട്ടും കൂടിയാണ് എടുത്തത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും അവന് ഫുഡ് കഴിക്കണം, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ എന്തായാലും ഫുഡ് കോർട്ടിൽ വന്നു. അപ്പം അവന് ചിക്കൻ മതി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ ഓർഡർ ചെയ്തു. അപ്പം എനിക്കൊന്ന് ചിക്കൻ കഴിക്കാനുള്ളൊരു മൂഡില്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ഈ ദേശി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു മുംബൈ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കഴിച്ചത്. പക്ഷേ അതൊരു അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതാണ് നമ്മുടെ പൃഥ്വിക്കുട്ടിയുടെ ഫുഡ്. സ്ട്രിപ്സും പിന്നെന്താ പോപ്പ് സ്റ്റിക്സോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അവൻ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൃഥ്വിക്കുട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഫുഡ് റെഡിയായെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് മേടിക്കാനായിട്ട് വരുവാണ്. അപ്പം പൃഥ്വിക്കുട്ടി അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഫുഡും കിട്ടി. ഇതൊരു മുംബൈ സ്ട്രീറ്റ് താലി എന്ന് പറഞ്ഞിട്ടൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ ദാൽ കിഷ്ടി, പിന്നെന്താ ദഹി പൂരി, പിന്നെ പാവ് ഭാജി, പിന്നെ ഡെസേർട്ടിനായിട്ട് ലഡ്ഡു ആയിരുന്നു. പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് ലസ്സി ഉണ്ടായിരുന്നു. പക്ഷെ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ കുറച്ച് ഫുഡ് എൻജോയ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീർത്ത് നമ്മളിനി അടുത്ത് എന്താ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നമുക്ക് തീരെ സമയമില്ല. അപ്പം പൃഥ്വിക്ക് എന്തായാലും ഒരു ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഇനി ഞാൻ നോർമലി ഫെയറിലാണ് പോയി ഹെയർ കട്ട് ചെയ്യുന്നത്. ഇപ്പം അവിടെ പോകാനായിട്ടുള്ളൊരു ടൈമില്ല. പിന്നെ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ മോളിൽ തന്നെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൃഥ്വിക്ക് ഒരു മോൾ എക്സ്പീരിയൻസ് കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഹെയർ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഹെയർ കട്ടിങ്ങൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ച് മോളിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോയപ്പോഴാണ് കുറച്ച് കളർഫുള്ളായിട്ടുള്ള കുറേ പെർഫ്യൂംസും ഉണ്ടത്. പിന്നെ നമുക്കെപ്പോഴും ഒരു പെർഫ്യൂംസും കോസ്മെറ്റിക്സൊക്കെ നമുക്കൊരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് എന്തായാലും ഒന്ന് ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു എനിക്ക് എന്തായാലും ഒരു ഐലൈനറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐലൈനറും കൂടെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ മോളിൽ നിന്ന് തിരിച്ചിറങ്ങി. മോളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ഐസ്ക്രീം മസ്റ്റല്ലേ. അങ്ങനെ പൃഥ്വിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം മേടിച്ച് ഞങ്ങളുടെ ഓട്ടോ വന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ചു ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു വികാരമായതുകൊണ്ട് പൃഥ്വിക്ക് ഒരു തുള്ളി പോലും കളയാൻ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ആ ഡ്രസ്സിൽ വീണത് വരെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചെറിയൊരു സ്കിൻ കെയറും കൂടെ ചെയ്യാം. നല്ല വെയിലായിരുന്നു, നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നൈക്കയുടെ തന്നെ ഒരു ഗോൾഡ് ഫോർ യൂത്ത്ഫുൾ സ്കിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മാസ്കാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ മുന്നേ ഒരു പേളിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങി. അങ്ങനെ പൃഥ്വിക്കുട്ടിയുടെ വേഷം ഇതാണ് അമ്മയുടെ വേഷം. അപ്പം നമ്മുടെ ക്യാബ് വന്നു. അപ്പം ഒരു ഫുൾ മേക്കപ്പിൻ്റെയും ഡ്രസ്സിൻ്റെയും ഒന്നും ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും നമ്മളിപ്പം നേരെ പോകുന്നത് റെസിഡൻസി ടവറിലാണ്. അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം ഞങ്ങൾ എത്തിയപ്പം ഓൾറെഡി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. By touching and transforming millions of lives through the global movement of Lioness. Becoming a member of Trivandrum ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ ഒരു ഇയർലി നടക്കുന്ന ഒരു വലിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനെ രതീഷ് ചേട്ടൻ ഇങ്ങനെ സ്പീക്ക് ചെയ്യുന്നതും പുള്ളിക്ക് ഇത്രയും ഒരു റെസ്പെക്റ്റ് കിട്ടുന്നതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു. നമ്മളെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹസ്ബൻഡിന് ഇങ്ങനെയൊക്കെ ഓരോ റെക്കഗ്നീഷൻ കിട്ടുന്നത് ഏതൊരു ഭാര്യയ്ക്കും ഒരു പ്രൗഡ് മൂമെൻ്റ് അല്ലേ. യെസ്, എനിക്കിപ്പോൾ അത് നല്ലതായിട്ട് ഫീൽ ചെയ്യുകയാണ്. കാരണം എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. പുള്ളി കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ എഫേർട്ട് എടുക്കുന്നതിനും ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നത് എപ്പോഴും നല്ലതല്ലേ.
എന്തായാലും ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൗഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. We request all the RCs and SLCs to join hands to honor our region chairperson. Now it's the turn of all the zone chairpersons of the region to honor our very own region chairperson, Lion Ratish Kumar. Now the region chairperson would like to honor the previous region persons of the region. We request MTF Lion Sunil SS from Trivandrum Rajdhani, who is also the Special District Secretary for Vision, to please come forward and receive the honors from ഇതിന് ശേഷമുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എന്നെയും സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ എനിക്ക് ആരുടെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, കിട്ടുവാണെങ്കിൽ ഞാനതൊന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ ഞങ്ങളുടെ ഫങ്ഷൻസൊക്കെ അടിപൊളിയായിട്ട് പോകുമായിരുന്നു. അങ്ങനെ അവരുടെ മീറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇതിൻ്റെ ഫ്ലോയിലങ്ങ് നമ്മളും അടിച്ച് പൊളിച്ചു. അപ്പോൾ എനിക്ക് മാക്സിമം കിട്ടുന്ന എൻ്റെ വീഡിയോസൊക്കെ ഞാനത് ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പം നമ്മുടെ ഈ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കുട്ടി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.